ഓഫ് ക്യാമ്പസ് അക്കാഡമി 9th സ്റ്റാൻഡേർഡ് ജോഗ്രഫി സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ വിശാല സമതല ഭൂവിൽ എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഏറ്റവും അവസാനമായി ചർച്ച ചെയ്തിരിക്കുന്നത് ചുവടെ നൽകിയിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച്, അതായത് 2.4 ചിത്രം ഭൂപടം നിരീക്ഷിച്ച് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ 4 പ്രാദേശിക വിഭാഗങ്ങൾ ഏതെല്ലാമെന്ന് പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഒബ്സർവ് ദ മാപ്പ് പ്രൊവൈഡഡ് ഫിഗർ 2.4 ആൻഡ് ലിസ്റ്റ് ദ 4 റീജിയൻ ഡിവിഷൻ ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അതിൻ്റെ ആൻസർ ഫസ്റ്റ് വൺ, ഉത്തരേന്ത്യൻ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. അതിലൊന്ന് രാജസ്ഥാൻ സമതലം, 2 പഞ്ചാബ് ഹരിയാന സമതലം, 3 ഗംഗാ സമതലം, 4 ബ്രഹ്മപുത്ര സമതലം അങ്ങനെ ഡിവൈഡിയിരിക്കുന്നു. ഫസ്റ്റ് വൺ രാജസ്ഥാൻ പ്ലെയിൻ, സെക്കൻഡ് വൺ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, ആൻഡ് തേർഡ് വൺ ഗംഗാ പ്ലെയിൻ, ആൻഡ് ഫോർത്ത് വൺ ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നിങ്ങനെയാണ് 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 2.4 എന്നുള്ള ഒരു ഫിഗർ, ഒരു ചിത്രം എല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിൽ ഉത്തരേന്ത്യൻ സമതലത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് പടിഞ്ഞാറോട്ട് കാണിച്ചിരിക്കുന്ന ഈ ഭാഗമാണ്, ഈ ഒരു കാവി കളർ കൊടുത്തിരിക്കുന്ന ഈ ഭാഗമാണ് രാജസ്ഥാൻ പ്ലെയിൻ. തൊട്ട് മുകളിലായിട്ടുള്ള പിങ്ക് കളർ കൊടുത്തിരിക്കുന്ന ഏരിയാസാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. മൂന്നാമതായിട്ട് യെല്ലോ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ഈ ഒരു പാർട്ടാണ് ഗംഗാ പ്ലെയിൻ. ബ്ലൂ കളർ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഏരിയയാണ് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്നുണ്ട് ബ്രഹ്മപുത്ര പ്ലെയിൻ, ഗംഗാ പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ആൻഡ് രാജസ്ഥാൻ പ്ലെയിൻ. ഇപ്പോൾ രാജസ്ഥാൻ സമതലമെന്നും പഞ്ചാബ് ഹരിയാന സമതലമെന്നും ഗംഗാ സമതലമെന്നും ബ്രഹ്മപുത്ര സമതലമെന്നും ഉത്തരേന്ത്യൻ സമതലത്തെ 4 ഭൂവിഭാഗങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തെ നമ്മൾ 4ആയി തിരിച്ചു. അതിൽ ഏറ്റവും ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് രാജസ്ഥാൻ പ്ലെയിൻ അഥവാ രാജസ്ഥാൻ സമതലത്തെക്കുറിച്ചാണ്. The Rajasthan plain, the westernmost end of the North Indian plain, which include Thar Desert. The Thar Desert is divided into 2. First one, Marustali, the desert proper. Second one, Rajasthan Bagar, semi-desert region. Rajasthan plain is situated to the west of the Aravalli mountain range, main river Luni. ഏറ്റവും ആദ്യമായി നമ്മൾ രാജസ്ഥാൻ സമതലത്തെക്കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ് രാജസ്ഥാൻ സമതലം. നിങ്ങൾ മാപ്പിൽ അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. താർ മരുഭൂമി ഉൾപ്പെടുന്നു. താർ മരുഭൂമിയുടെ 3/2 ഭാഗവും ഈ രാജസ്ഥാൻ സമതലത്തിൻ്റെ ഭാഗമാണ്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. താർ മരുഭൂമിയെ 2 മേഖലകളായി തരംതിരിക്കാം. ഫസ്റ്റ് വൺ മരുസ്ഥലി. മരുസ്ഥലി എന്ന് പറയുന്നത് യഥാർത്ഥ മരുഭൂമി മേഖലയാണ്, അതായത് പൂർണ്ണമായിട്ടും മരുഭൂമിയാണ്. രാജസ്ഥാൻ ഭാഗമാണ് രണ്ടാമതായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അത് അർദ്ധ വരണ്ട സമതലമാണ്. എന്നുവെച്ചാൽ പകുതി മരുഭൂമിയാണ്, പകുതി ഭാഗം സസ്യങ്ങളൊക്കെ കാണപ്പെടുന്നു. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന നദി ലൂണി നദിയാണ്. ഇവിടുത്തെ സോൾട്ട് ലേക്സ് അഥവാ ഉപ്പ് തടാകങ്ങൾ സാംബർ, ദിദ്വാന, സർഗോൾ എന്നിവയാണ്. ഇത്രയും പോയിന്റ് രാജസ്ഥാൻ സമതലത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അഥവാ രാജസ്ഥാൻ പ്ലെയിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസറായിട്ട് എഴുതണം. ഉത്തരേന്ത്യൻ സമതലത്ത് നമ്മൾ രണ്ടാമത് തിരഞ്ഞെടുക്കുന്നത് പഞ്ചാബ് ഹരിയാന സമതലമായിട്ടാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ദ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ സ്ഥാനം കണ്ടെത്താൻ വേണ്ടി ഇതിൽ ചോദിക്കുന്നുണ്ട്. ഇതിന് ആൻസർ ചെയ്യേണ്ടത് ദ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഈസ് സിറ്റുവേറ്റഡ് ടു ദ ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഓഫ് ദ രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കും വടക്കുമായിട്ട് വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണിത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള മാപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ ബോർഡർ നിങ്ങൾ കണ്ടെത്തുക, അതിൻ്റെ ഒരു അതിർത്തി നിങ്ങൾ കണ്ടെത്തുക. ദ പ്ലെയിൻ ഈസ് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആൻഡ് എക്സ്റ്റെൻസ് അപ്പ് ടു ദ യമുന റിവർ. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിൻ്റെ കിഴക്കൻ അതിര് യമുന നദിയാണ്. ദി ഈസ്റ്റേൺ ബോർഡർ ഓഫ് ദിസ് പ്ലെയിൻ ഈസ് ഡിഫൈൻഡ് ബൈ റിവർ യമുന. അത്രയും കാര്യങ്ങൾ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആൻസറിൽ ഉണ്ടായിരിക്കണം. ദ പഞ്ചാബ് ഈസ് ദ എറ്റിമോളജിക്കലി നോൺ ആസ് ദ ലാൻഡ് ഓഫ് 5 റിവേഴ്സ് ഗിവ് റീസൺസ്. പഞ്ചാബ് 5 നദികളുടെ, പഞ്ചാബ് എന്ന പേര് വന്നിരിക്കുന്നത് 5 നദികളുടെ നാടായതുകൊണ്ടാണ് പഞ്ചാബ് എന്ന പേര് വന്നിരിക്കുന്നത് എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൻസറായിട്ട് നിങ്ങൾ ദ പഞ്ചാബ് റീജിയൻ ഈസ് ദ പ്രൈമർലി ഫോംഡ് ബൈ ദ ഡിപ്പോസിഷൻ ഓഫ് ദ സെഡിമെൻറ്റ്സ് കാരിയഡ് ബൈ റിവേഴ്സ് സച്ച് ആസ്
Satluj, Jhelum, Chenab, Ravi and Beas. That is why it is known as the land of five rivers. സത്ലജ്, ജലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപം കൊണ്ടതുകൊണ്ടാണ് ഈ പ്രദേശം പഞ്ചാബ് 5 നദികളുടെ നാട് എന്നറിയപ്പെടാൻ കാരണം. പഞ്ചാബ് ഹരിയാന സമരത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ പേജ് നമ്പർ 34 2.5 എന്നൊരു ഫിഗർ കാണാം. അതിനെക്കുറിച്ച് 2.5 എന്ന ഫിഗർ അതിൽ എന്താണ് വാട്ട് എ ദോബീസ്, എന്താണ് ദോബുകൾ. അതിൻ്റെ ആൻസറായിട്ട് പറയേണ്ടത് എ ദോബ് ഈസ് എ ലൈൻ ബിറ്റ്വീൻ 2 rivers ദാറ്റ് ജോയിൻ ടുഗദർ ലേറ്റർ. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെയാണ് നമ്മൾ ദോബുകൾ എന്ന് പറയുക. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് എ ദോബ് ഈസ് എ ലൈൻ ബിറ്റ്വീൻ 2 rivers ദാറ്റ് ജോയിൻ ടുഗദർ ലേറ്റർ. അപ്പോൾ നദികൾക്കിടയിലുള്ള ഭാഗം നിങ്ങളെ ഈ ഒരു മാപ്പിൽ കൃത്യമായിട്ട് കാണിക്കുന്നത്. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെയാണ് പറയുക. നമ്മളിവിടെ കണ്ടില്ല, നിങ്ങൾ സിന്ധു നദി, ഈ മാപ്പിൻ്റെ അത് കാണാം. സിന്ധു നദി, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, ഈ നദികളൊക്കെ ഇങ്ങനെ റെഡ് ഇങ്കിൽ നിങ്ങൾ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ആ നദികൾക്ക് ആ ഒരു നദികൾക്ക് മധ്യഭാഗത്തായിട്ട് കാണുന്ന കളർ ചെയ്തിരിക്കുന്ന യെല്ലോ കളറിലും ബ്ലൂ കളറിലും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂവിലൊക്കെ കാണിച്ചിരിക്കുന്ന, പിങ്കിലൊക്കെ കാണിച്ചിരിക്കുന്ന ആ ഏരിയ ആണ് ദോബുകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ദോബുകളിലെ പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്ത് നമ്മൾ എന്ത് പറയും? ദോബ് എന്ന് പറയും. ദോബ് ഈസ് ദ ലൈൻ ബിറ്റ്വീൻ 2 rivers ദാറ്റ് ജോയിൻ ടുഗദർ ലേറ്റർ. മേജർ ദോബുകളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട ദോബുകൾ അതെന്തെന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അത് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ പ്രധാനമായിട്ട് ഉത്തരേന്ത്യൻ സമതലത്തിൽ നമുക്ക് മൂന്നാമതായിട്ട് പഠിക്കാനുള്ളത് ഗംഗാ പ്ലെയിനെ കുറിച്ചാണ്, ഗംഗാ സമതലത്തെക്കുറിച്ചാണ്. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗംഗാ പ്ലെയിൻ. സിറ്റുവേറ്റഡ് ടു ദ ഈസ്റ്റ് ഓഫ് ദ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, stretches of Bangladesh in the east to the Yamuna River in the west, covers the state of Uttarakhand, UP, Haryana, Delhi, Jharkhand and West Bengal. An area approximately 3.75 lakh square kilometer, formed through the depositional process by rivers Ganga and its tributaries. Average elevation of the Ganga plain is around 200 meters above mean sea level. Exhibits and general slopes towards the east and the southeast. ഗംഗാ സമുദ്രത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഞ്ചാബ് ഹരിയാന സമുദ്രത്തിൻ്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. നിങ്ങൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പഞ്ചാബ് ഹരിയാന സമുദ്രത്തിൻ്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വലിയ ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഗംഗാ സമുദ്രമാണ്. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ വ്യാപിച്ചിരിക്കുന്നു. ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ ഉൾക്കൊള്ളുന്നു. ഗംഗാനദിയും ഗംഗയുടെ പോഷകനദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയോടെയാണ് രൂപപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 200 മീറ്റർ ഉയരമുണ്ട്. പൊതുവായ ചരിവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ്. ഇത്രയും പോയിന്റ് ഗംഗാ പ്ലെയിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഗംഗാ സമുദ്രത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. പേജ് നമ്പർ 34 ഫിഗർ 2.6 2.6 എന്ന മാപ്പിൽ ഡിവിഷൻസ് ഓഫ് ഗംഗാ പ്ലെയിൻ, ഗംഗാ സമുദ്രത്തിൻ്റെ ഉഭയഭാഗങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ പിങ്ക് കളർ കൊടുത്തിരിക്കുന്ന ഏരിയ ആണ് അപ്പർ ഗംഗാ പ്ലെയിൻ അഥവാ ഉപരി ഗംഗാ സമതലം. സെൻട്രൽ സൈഡിലേക്ക് മിഡിൽ ഗംഗാ പ്ലെയിൻ അഥവാ മധ്യ ഗംഗാ സമതലം. കിഴക്ക് ഭാഗത്തായിട്ട് ലോവർ ഗംഗാ പ്ലെയിൻ ആണ് അഥവാ കീഴ് ഗംഗാ സമതലം. മാപ്പ് നോക്കിയിട്ട് ഗംഗാ സമതലത്തെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കുക. നമ്മൾ ഉത്തരേന്ത്യൻ സമതലത്തെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നാണ് അഥവാ ബ്രഹ്മപുത്ര സമതലം. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ബ്രഹ്മപുത്ര പ്ലെയിൻ. Known by the various names such as Brahmaputra Valley, Assam Valley and Assam Plain, constitute the eastmost part of the North Indian Plain. It spans approximately 720 km in length, width ranging from 60 to 70 km. Spanning area of the approximately
56,275 square kilometer, formed through the depositional process carried out by the Brahmaputra rivers and tributaries. The major portion located in the state of Assam. ബ്രഹ്മപുത്ര സമുദ്ര സവിശേഷണം എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമുദ്രം എന്നീ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പോൾ ബ്രഹ്മപുത്ര സമുദ്രം മറ്റ് 3 പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ ഏറ്റവും കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. മാപ്പ് നോക്കിയിട്ട് ഒരു ഏരിയ മനസ്സിലാക്കി വെക്കുക. ഏകദേശം 720 കിലോമീറ്റർ നീളവും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ ഉൾക്കൊള്ളുന്നു. ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷകനദിയും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് രൂപപ്പെട്ടത്. ഈ സമുദ്രത്തിൻ്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് അസം സംസ്ഥാനത്തിലാണ്. Locate the natural boundaries of the Brahmaputra plain. Locate the natural boundaries of the Brahmaputra plain. North Eastern Himalaya. East Patkayamb Naga Hills. South Garo, Gasi, Jaintia Hills and Mikir Hills. West Lower Ganga Plain. Name the major tributaries of the Brahmaputra river. Tista, Manas, Lohit and Dibang. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അലൂവിയൽ ഫാൻസിനെ കുറിച്ചാണ്. ഫിഗർ 2.7 ചിത്രം 2.7 എക്കൽ വിശറികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. Alluvial fans. Brahmaputra plain is rich in alluvial fans. When rivers enter a plain from mountainous regions, their velocity decreases abruptly. The sediments carried by the rivers get deposited in the form of fans. Such depositionless landform the features are referred to as alluvial fans. എക്കൽ വിശറികളെക്കുറിച്ചുള്ള ചിത്രത്തോടു കൂടിയിട്ട് നമുക്കിതിൽ വിവരിക്കാം. എന്താണ് എക്കൽ വിശറികൾ? ബ്രഹ്മപുത്ര സമുദ്രം എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. നദികൾ സമുദ്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയും. അപ്പോൾ ഹൈ റേഞ്ചിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ സമുദ്രത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒഴുക്ക് പെട്ടെന്ന് കുറയും, ശക്തി കുറയും. ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ എക്കൽ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളെ എക്കൽ വിശറികൾ എന്നാണ് വിളിക്കാറ്. Oxbow lakes. Rivers that continue flowing through plains split into many channels. As a river's velocity decreases, it starts following, creating curves in the river course or in a sinus manner. This eventually leads to the formation of oxbow lakes. സമുദ്രപ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായിട്ട് പിരിയുന്നു. ടെക്സ്റ്റ് ബുക്ക് ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. ഫിഗർ 2.10 പേജ് നമ്പർ 36. സമുദ്രപ്രദേശങ്ങളിൽ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായിട്ട് പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും പിന്നീട് അവ ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഒരു ചിത്രമാണ് 36-ാമത്തെ പേജിൽ 2.10 എന്ന ചിത്രത്തിൽ വ്യക്തമായിട്ടത് ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. ഓക്സ്ബോ ലേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സ്ബോ ലേക്സിനെ കുറിച്ചുള്ള 2.10 ഫിഗറാണ് മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ റിവർ മെൻഡറിങ്? നദീ മിയാൻഡറിങ്, നദീ വലയങ്ങൾ എന്താണ്? What do you mean by river meandering? A river the following in a sinus manner is called river meandering. നദികൾ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതിനെ നദീ മിയാൻഡറിങ്, നദീ വലയങ്ങൾ എന്നാണ് പറയുക. ഫിഗർ 2.9 പേജ് നമ്പർ 36. Next topic. The North Indian plain can be divided into 3 zones from north to south based on its geomorphic features. Name them. Answer: Babar, Tarai, Alluvial plain.
ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കുനിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളാക്കി തിരിക്കുന്നുണ്ട്. അവയാണൊന്ന് ഭാബർ, ടെറായ്, എക്കൽ സമതലം. ഇതിൻ്റെ രേഖാചിത്രമാണ് ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ബാബർ, ടെറായ്, എക്കൽ സമതലത്തിൻ്റെ ചിത്രം നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 39, ഫിഗർ 2.14. പേജ് നമ്പർ 39 2.14 എന്ന ഫിഗറാണ്. ഇത് കൃത്യമായിട്ട് ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. First one, Babar. Babar is narrow belt with approximately 8 to 10 km, running parallel to the Shivalik mountain range at the break up to the slope. Situated to the south of the Shivalik mountain range along its foothills, formed by deposition of rocks and boulders, brought by rivers flowing from the mountains. The rivers flowing through this region are not visible as they flow beneath the rocks and boulders. ബാബർ റീജിയൻ. ബാബർ ശിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി ഇതിൻ്റെ തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണിത്. 2.14 എന്ന ഫിഗർ നോക്കുക. ചിത്രം 2.14. ശിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് അതിൻ്റെ തെക്കുഭാഗത്ത് കാണുന്ന ഭാഗമാണ്. ഉരുളൻകല്ലുകൾ പോലെ കാണപ്പെടുന്ന ഭാഗം. ശിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഭാഗമാണ്. പർവ്വതഭാഗത്തു നിന്നും നദികൾ കൊണ്ടുവരുന്ന ഉരുളൻകല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതലം രൂപം കൊണ്ടത്. ആ ചിത്രത്തിൽ വ്യക്തമായിട്ടത് കാണുന്നുണ്ട്. ഉരുളൻകല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാവുന്നില്ല. ആ പാറക്കല്ലുകൾക്ക് അടിഭാഗത്തൂടെ നദികൾ ഒഴുകുന്നുണ്ട്, പക്ഷെ നമുക്ക് പുറത്തു നോക്കിക്കഴിഞ്ഞാൽ അത് നദിയെ കാണാൻ പറ്റില്ല. പക്ഷേ പാറയുടെ അടിഭാഗത്തൂടെ നദി ഒഴുകുന്നുണ്ട്. ഓക്കെ. ടെറായ്, marshy and swampy tract with approximately 10 to 200 km, running parallel to the Babar belt. The rivers that disappear in the Babar region re-emerge in this area. The luxurious growth of natural vegetation and serves as a habitat for varied wildlife. ബാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ട് ഒഴുകുന്നു. വീതി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെയാണ്. വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണിവ. ബാബർ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന നദികൾ, അഥവാ ബാബർ മേഖലയിൽ ഉരുളൻകല്ലുകൾക്കടിയിലൂടെ ഒഴുകുന്ന നദികൾ ടെറായ് മേഖലയിലെത്തുമ്പോൾ മുകളിലേക്ക് ഉയർന്നു വരുന്നു. ഇവിടെ പുനർജനിക്കുന്നു, അല്ലെങ്കിൽ മുകളിലേക്ക് കാണാൻ പറ്റുന്നു. സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ജീവിവർഗങ്ങളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. മേഖലയെക്കുറിച്ചുള്ള നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണപ്പെടുന്ന എന്താണ് ചതുപ്പ് നിലങ്ങളെക്കുറിച്ചാണ്, അല്ലെ? ചതുപ്പ് നിലത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലത്തുള്ള പ്രദേശമാണ് ടെറായ്. ലാസ്റ്റ് വൺ, അലൂവിയൽ പ്ലെയിൻ. To the south of the Terai, the belt consisting older and newer alluvial deposit form of alluvial plain. The older alluvium deposits are called the Bangar, and the newer one are referred to as a Khadar. Include depositional landforms such as riverine, Ireland, sandbars, and deltas. Braided streams, meanders, and oxbow lakes are also prominent features of this area. എക്കൽ സമതലത്തെക്കുറിച്ച് ടെറായ് മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. 2.14 ചിത്രത്തിൽ 2.14 എന്ന ഫിഗറിൽ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. ടെറായ് മേഖലയ്ക്ക് തെക്കായിട്ട് പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങൾ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. പഴയ എക്കൽ സമതലങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ സമതലങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. അതായത് നേരത്തെ നിക്ഷേപിക്കപ്പെട്ട എക്കൽ സമതലത്തെ ബങ്കർ എന്നാണ് അറിയപ്പെടുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും മുകളിൽ വന്നിരിക്കുന്ന മൺകൂനയെ അല്ലെങ്കിൽ എക്കൽ സമതലങ്ങളെ ഖാദർ എന്നുമാണ് അറിയപ്പെടുക. പഴയ മണ്ണും പുതിയ മണ്ണും. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽവരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. സെക്കൻഡ് ചാപ്റ്റർ,
ദ എക്സ്പാൻസീവ് പ്ലെയിൻ വിശാല സമതല ഭൂവിൽ എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് കോട്ടലയ്ക്ക് മുമ്പായി തന്നെ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ വളരെ ഗഹനമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫോർത്ത് ചാപ്റ്ററാണ്. തേർഡ് ചാപ്റ്റർ കോട്ടലയ്ക്ക് വേണ്ട, ഫോർത്ത് ചാപ്റ്ററാണ് നമുക്ക് കോട്ടലയ്ക്ക് വേണ്ടത്. അപ്പോൾ 1, 2, 4 ആണ് സെപ്റ്റംബർ 3-ാം തീയതി തുടങ്ങുന്ന എക്സാമിനേഷന് ആവശ്യമായിട്ട് വേണ്ടത്. സെപ്റ്റംബർ 3 തുടങ്ങുന്ന എക്സാമിനേഷനിൽ ഏറ്റവും ആദ്യമായി വരുന്നത് സോഷ്യൽ സയൻസാണ്. 9th സ്റ്റാൻഡേർഡിൽ ഏറ്റവും ആദ്യത്തെ 3-ാം തീയതി ആരംഭിക്കുന്ന എക്സാമിനേഷൻ സോഷ്യൽ സയൻസാണ്. അപ്പം ഏറ്റവും ആദ്യം നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടതും സോഷ്യൽ സയൻസ് ആയിരിക്കും. അതുകൊണ്ട് ഗഹനമായിട്ട് കാര്യങ്ങൾ പഠിക്കുക. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ക്ലാസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.